നവാഗതനായിട്ടുള്ള ശ്രീരാജ് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ ചിത്രമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്നുള്ളത്. എന്തായാലും ഈ ഒരു ഷാപ്പിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിനുള്ളിൽ ബേസിൽ ജോസഫ്, ചെമ്മൻ വിനോദ്, സൗബിൻ ഷാഹർ, അതുപോലെ ചാന്ദ്രി ശ്രീധരൻ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ പ്രമേയം എന്നുള്ളത് ആ ഒരു ടൈറ്റിലൊക്കെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഷാപ്പാണ് പ്രധാന കഥാപരിസരം എന്നുള്ളത്. എന്തായാലും ആ ഒരു ഷാപ്പിന്റെ ഓണർ ഒരു ദിവസം രാത്രിയിൽ ആ ഒരു ഷാപ്പിനുള്ളിൽ വെച്ച് മരിച്ച നിലയിൽ കാണുകയാണ്. അത് ഇങ്ങനെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത ഒരു രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊക്കെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിൽ പ്രേക്ഷകരെ കാണിച്ചു തരുന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത്. ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു മൈൻഡ് ബെൻഡിങ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല താനും. എന്നാൽ തരക്കേടില്ലാത്ത ആ ഒരു വട്ടം കണ്ടിരിക്കുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് നൽകിയിട്ടുള്ള ഒരു സിനിമയായിട്ടുമാണ് എനിക്ക് ഈ ഒരു പ്രാവിൻകൂട് ഷാപ്പിനെ തോന്നിയിട്ടുള്ളത്. അത് പ്രധാനമായിട്ട് പറയേണ്ടത് ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി, മേക്കിംഗ് ക്വാളിറ്റി എന്നൊക്കെയുള്ള അത്യാവശ്യം എന്നിലെ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. അത് നിങ്ങൾക്കറിയാമല്ലോ, പ്രൊഡക്ഷൻ സൈഡിൽ അൻവർ റഷീദാണുള്ളത്. സോ മിനിമം ഗ്യാരണ്ടിയാണ് മേക്കിങ്ങിൽ അല്ലെങ്കിൽ ആ ക്വാളിറ്റിയിൽ. അതെന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ശ്രീരാജ് ശ്രീനിവാസൻ, അദ്ദേഹത്തെ ഒന്ന് എടുത്ത് മെൻഷൻ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ സിനിമയാണെന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നില്ല. അത്രയും നല്ല രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ചില്ല് മൂഡിലാണ് ഈ ഒരു സിനിമയെ അദ്ദേഹം മൊത്തത്തിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചില വൈബ് കൂടെ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ തന്നെ അതൊക്കെ തന്നെ സ്ക്രീനിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അത്യാവശ്യം മറ്റുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം എഡിറ്റിംഗ് വർക്കാകട്ടെ, മ്യൂസിക് വർക്കാകട്ടെ, അതൊക്കെ തന്നെ നീറ്റായിരുന്നു. എങ്കിലും ഇതിനേക്കാളൊക്കെ മേലെ പറയേണ്ട മറ്റൊരു ടെക്നിക്കൽ സപ്പോർട്ട് എന്നുള്ളത് ഷൈജു ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രഫി കാഴ്ചയായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഓരോ ഫ്രെയിംസ് എടുത്ത് നോക്കിയാലും അതിനുള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി കാണും. അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വർക്കാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനോട് ഒന്ന് മെൻഷൻ ചെയ്യണം. എന്തുകൊണ്ടെന്ന് സിനിമ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. അത്രയും കഠിനാധ്വാനം പിടിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള പരിപാടിയായിരുന്നു അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, ഒരു വൈബ് മൂഡിലുള്ള ഒരു സിനിമയായിട്ടാണ് സംവിധായകൻ ഈ ഒരു ചിത്രത്തെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വൈബിനനുസരിച്ചുള്ള വൈബ് പ്രകടനങ്ങളും ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി പറയേണ്ടത് ബേസിൽ ജോസഫ്, അദ്ദേഹമാണ് ഹീറോ. അദ്ദേഹത്തിൻ്റെ പ്രകടനമാകട്ടെ, ചെമ്പൻ വിനോദിൻ്റെ പ്രകടനമാകട്ടെ, അതുപോലെ തന്നെ സൗബിൻ്റെ പ്രകടനമാകട്ടെ, ചാന്ദിനി ശ്രീധരൻ്റെ പ്രകടനമാകട്ടെ, ഒക്കെ നല്ല രീതിയിലാണ് നിന്നിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു 1-2-3 പ്രകടനങ്ങൾ എന്നുള്ളത്, ഒന്ന് സൗബിൻ്റെ പ്രകടനമാണ്. ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് പുള്ളി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു കഥാപാത്രത്തിന് ഇമോഷൻ ആകട്ടെ, ആ കഥാപാത്രത്തിന് കുറേ സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട്. കുറച്ച് മുടന്തുള്ള ഒരു ക്യാരക്ടറാണ്. അതൊക്കെ നല്ല നീറ്റായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ചാന്ദിനി ശ്രീധരൻ, ആ ഒരു ആക്ട്രസിന്റെ പ്രകടനവും നല്ല രസമായിട്ടാണ്, ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് സിനിമയ്ക്കുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഷാപ്പിന്റെ ഓണറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ശിവജിത്ത് എന്ന് പറയുന്ന ആക്ടറാണ്. പുള്ളിയെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അത്യാവശ്യം ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു, കുറച്ച് മാസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നല്ല രസമായിട്ടാണ് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാഷണമാകട്ടെ, അതുപോലെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. നല്ല രസമായിട്ടാണ് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബേസിൽ ജോസഫ്, ചെമ്മൻ വിനോദ് തുടങ്ങിയവരെ നോക്കി കാണുമ്പോഴത്തേക്കും ഇപ്പം ചെമ്മൻ വിനോദ് ഒക്കെ ആയിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ബേസിൽ ജോസഫിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതുവരെയും നമ്മൾ കാണാത്ത ഒരു പ്രകടനമൊന്നും പറയാൻ സാധിക്കില്ല. നമ്മൾ ഇതിനു മുമ്പും കണ്ട് ശീലിച്ചിട്ടുള്ള ആ ഒരു ചില്ലായിട്ടുള്ള പ്രകടനമാണ് ഇവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് കിടിലം മൊമെന്റ്സ് അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് സെക്കൻഡ് ഹാഫിലെ അദ്ദേഹം ഒരു പോലീസ് ബൈക്കിൽ ഒരാളെ രക്ഷിക്കാൻ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനറസവും ആ ഡയലോഗ് ഡെലിവറിയും ഒക്കെ കൊണ്ട് ഒരു രക്ഷയില്ലാത്തൊരു ചിരി മൊമെന്റ് അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല കുറേ കിടിലം മൊമെന്റ്സ് അദ്ദേഹം തരുന്നുണ്ട്. അങ്ങനെ പ്രകടനങ്ങളും കൊള്ളാമായിരുന്നു. പിന്നെ കഥയിലേക്ക് നോക്കി കാണുമ്പോഴാണെങ്കിലും അത്യാവശ്യം ഒരു ആകാംക്ഷയൊക്കെ പ്രേക്ഷകരെ നിറയ്ക്കുന്ന രീതിയിലുള്ള സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു കഥയും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും ഒക്കെ ഉള്ള കൂടിക്കലർന്നിട്ടുള്ള ഒരു കഥയും ചിത്രത്തിന് ചൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറയുമ്പോഴേ ഞാൻ ഒരിക്കലും ഈ ഒരു സിനിമ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു മൈൻഡ് ബെൻഡിങ് ത്രില്ലർ ആണെന്നൊന്നും പറയുന്നില്ല. മറിച്ച് വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്ന് തോന്നുന്ന ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രമായിട്ടാണ് ഈ പ്രാവിൻകൂട് ഷാപ്പിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പ്രധാനമായിട്ട് പറയേണ്ടത്, സിനിമ തുടക്കത്തിലെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഒരു ചോദ്യം കടത്തി വിടുന്നുണ്ട്. ആരായിരിക്കാൻ ചെയ്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകുക എന്നൊക്കെയുള്ളത്. അത് സിനിമ കഥ പറഞ്ഞ് പോകുന്ന വഴിയിൽ ചെറിയ ക്ലൂസും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. ഇത് ഇന്നയാളാകാം എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരും. അതിനുശേഷം ക്ലൈമാക്സിലൊരു ട്വിസ്റ്റോട് കൂടിയാണ് ഇത് മൊത്തത്തിൽ എന്താണ് എക്സാക്റ്റ് സംഭവം എന്ന് റിവീൽ ചെയ്യുന്നത്. ആ റിവീൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യം പ്രഡിക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി കലർത്തിയിട്ടാണ് ആ ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടൊരു വലിയ മൈൻഡ് ബെൻഡിങ് ആയിട്ടുള്ള അയ്യോ ഒരു ട്വിസ്റ്റ് ആണല്ലോ അയ്യോ എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ,
അത് സിനിമയ്ക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നില്ല. അതാണ് എനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലൈമാക്സിൽ കൊണ്ടുവെക്കുന്ന ട്വിസ്റ്റ് നിങ്ങൾക്ക് ഒട്ടും ഗസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൊള്ളാം കേട്ടോ എന്നുള്ളൊരു ഫീൽ വന്നേക്കും. പക്ഷേ ഒട്ടുമുക്കാൽ പ്രേക്ഷകർക്കും ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കാം എന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ അതിനുള്ളിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ച കാര്യത്തിലും മേലെയുള്ള കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സും ഉണ്ടായിരുന്നു. അതൊക്കെ സംഭവമൊക്കെയാണ്. പക്ഷേ ഒരു ടോട്ടാലിറ്റി എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് വലിയ മാരക ത്രില്ലറാണെന്ന് എനിക്ക് പേഴ്സണലി പറയാൻ തോന്നുന്നില്ല. മറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ എക്സ്പെക്ടേഷനൊക്കെ കൊടുക്കാതെ പോവുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ കുഴപ്പമില്ല കേട്ടോ എന്നുള്ളൊരു ഫീൽ നൽകുന്ന ഒരു ത്രില്ലറായിട്ടാണ് പ്രാവിൻകുടി ഷാപ്പിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ക്ലീൻ യു സർട്ടിഫൈഡ് പടമല്ല, അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. ഒരു യു എ സർട്ടിഫൈഡ് പടമാണ്. വലിയ മുഖം ചെളിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും കാണിയില്ല. അതുകൊണ്ട് ഫാമിലി ആയിട്ട് തന്നെ പോകാം. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6. തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കണം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.